സുപ്രീം കോടതി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാര സ്ഥാപനമാണ് സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ, ഒരു നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള പരമാധികാരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി, ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ, ഭരണഘടനയുടെ അന്തിമ വ്യാഖ്യാതാവ്, അതുപോലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന സ്ഥാപനം. ഇത്രയുമാണ് സുപ്രീം കോടതിയുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ, ഒരു നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള പരമാധികാരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി, ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ, ഭരണഘടനയുടെ അന്തിമ വ്യാഖ്യാതാവ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന സ്ഥാപനം. സുപ്രീം കോടതി എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിലക് മാർഗ്, ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ വന്നത് 1950 ജനുവരി 28 സ്ഥിതി ചെയ്യുന്നത് തിലക് മാർഗ്, ന്യൂഡൽഹി. ഇനി ഭരണഘടനയിൽ സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 5. ഭാഗം 5 ഭരണഘടനയിൽ സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇനി ഇതിൻ്റെ ആപ്തവാക്യം എന്താണ്? യഥോധർമ്മ സ്തതോജയ. അപ്പോൾ സുപ്രീം കോടതിയുടെ ആപ്തവാക്യം യഥോധർമ്മ സ്തതോജയ. ഇനി സുപ്രീം കോടതിക്ക് മാത്രമായിട്ടൊരു പിൻകോഡ് ഉണ്ട്. എന്താണ് ആ പിൻകോഡ്? 11-001, 11-301, അതായത് 110-001. ഇതാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം ഏതാണ്? അമ്മയും കുഞ്ഞും. സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ശില്പമാണ് അമ്മയും കുഞ്ഞും, മദർ ഇന്ത്യ. ഇതാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ശില്പം. ഫെഡറൽ കോടതി. ഇപ്പം നിലവിൽ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫെഡറൽ കോടതിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ സുപ്രീം കോടതി അല്ല ഉണ്ടായിരുന്നത്, ഫെഡറൽ കോടതിയായിരുന്നു ഉണ്ടായിരുന്നത്. 1937 ഒരു ഫെഡറൽ കോടതി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈ ഫെഡറൽ കോടതി രൂപം കൊണ്ടത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അതിൽ ആ ഫെഡറൽ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 3. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 3 പേരാണ് ആ ഫെഡറൽ കോടതിയിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാർ. അതിൽ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് മൗറിസ് ഗേയർ ആണ്. ആ ഫെഡറൽ കോടതി 1937 സ്ഥാപിതമായ ഈ ഫെഡറൽ കോടതിയിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് മൗറിസ് ഗേയർ ആണ്. 1950 മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രിവി കൗൺസിലാണ്. 1950 മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏതായിരുന്നു? ബ്രിട്ടീഷ് പ്രിവി കൗൺസിലാണ്. ഏത് തരത്തിലുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്? ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലവിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. 1937 ഫെഡറൽ കോടതിയും ഇന്നത്തെ സുപ്രീം കോടതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1937 ഫെഡറൽ കോടതി പരമോന്നത നീതിപീഠമായിരുന്നില്ല. 1937 ഫെഡറൽ കോടതിക്ക് മുകളിൽ ഒരു ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ 1937 ഫെഡറൽ കോടതി ഒരു പരമോന്നത നീതിപീഠമായിരുന്നില്ല, അതിനു മുകളിൽ ഒരു ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ ഉണ്ടായിരുന്നു. 1950 സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയായിരുന്നു? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായതെന്നാണ്? 1774 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത് 1774 കൊൽക്കത്തയിലാണ്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി.
അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 4 ജഡ്ജിമാരായിരുന്നു ആ കോടതിയിൽ ഉണ്ടായിരുന്നത്, ആ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരാണ്? സർ എലിജ ഇംബെ. അപ്പോൾ 1774 കൽക്കത്തയിലാണ് ഫസ്റ്റ് സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത്. ഇത് ഏത് ആക്ട് പ്രകാരമാണ്? 73 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 4 ജഡ്ജിമാരുണ്ടായിരുന്നു. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരാണ്? സർ എലിജ ഇംബെ. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 34. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണ് നിലവിലെ സുപ്രീം കോടതിയിലുള്ളത്. അപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ജഡ്ജിമാരുടെ എണ്ണം കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എന്ന് പറയുന്നത് 2,80,000 രൂപയാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളമാണെങ്കിൽ 2,50,000. അപ്പോൾ ഈ ശമ്പളവും അലവൻസും എല്ലാം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ഇനി ഈ ശമ്പളം വകയിരുത്തുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എല്ലാം ശമ്പളം വകയിരുത്തുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ്. ഇനി സുപ്രീം കോടതി ജഡ്ജിയാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെ യോഗ്യത വേണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ ഹൈക്കോടതി ജഡ്ജിയായുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അതും അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായുള്ള 10 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. ഇനി സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ കുറഞ്ഞ പ്രായം എന്നൊന്നില്ല. അപ്പോൾ ഇത്രയാണ് സുപ്രീം കോടതി ജഡ്ജിയാകാൻ വേണ്ട യോഗ്യതകൾ. എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യൻ പൗരനായിരിക്കണം, ഹൈക്കോടതി ജഡ്ജിയായുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം, അതല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായുള്ള 10 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ പ്രഗത്ഭനായ നിയമജ്ഞനായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയാകാൻ വേണ്ട യോഗ്യതകൾ. ഇനി സുപ്രീം കോടതി ജഡ്ജിയെ തെരഞ്ഞെടുക്കുന്നത് എന്താണ്? കൊളീജിയമാണ് സുപ്രീം കോടതി ജഡ്ജിയെ തിരഞ്ഞെടുക്കുന്നത്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് 4 മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് കൊളീജിയം. ഇതാണ് സുപ്രീം കോടതി ജഡ്ജിയെ തെരഞ്ഞെടുക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്, ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, ജഡ്ജിമാരെ രാജി സമർപ്പിക്കുന്നത്, അതുപോലെ ജഡ്ജിമാരെ പുറത്താക്കുന്നത്, ഇതെല്ലാം രാഷ്ട്രപതിയാണ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്, അവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്, അതുപോലെ ജഡ്ജിമാരെ പുറത്താക്കുന്നതും രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്ന നടപടി അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. അങ്ങനെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നമ്മൾ ഇംപീച്ച്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയാണ്. അതായത് തെളിയിക്കപ്പെട്ട ഒരു ദുർവൃത്തി അല്ലെങ്കിൽ അത് അപ്രാപ്തിയില്ല, അതിന് പ്രാപ്തിയില്ല. ഈ 2 റീസൺ കൊണ്ടായിരിക്കും നമ്മൾ ഒരാളിനെ പുറത്താക്കുന്നത്. അതാണ് ഇംപീച്ച്മെന്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആരായിരുന്നു? HJ കെനിയ ആണ്. നമ്മുടെ ഫസ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് HJ കെനിയ. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 124. ആർട്ടിക്കിൾ 124 പ്രകാരമാണ് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് നമുക്ക് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഭരണഘടനയിലെ വകുപ്പ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. അപ്പോൾ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ 129. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. ഇപ്പം നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. തിരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ്
ഷെഡ്യൂൾ 2. അപ്പൊ തിരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 2. ഇനി സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുണ്ട് അല്ലേ? അപ്പൊ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ഇപ്പൊ ഈ പേര് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് YV ചന്ദ്രചൂഡ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് YV ചന്ദ്രചൂഡ്. എന്നാൽ ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആരാണ്? കമൽ നരൈൻ സിംഗ്. 17 ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലാണെന്നുണ്ടെങ്കിൽ YV ചന്ദ്രചൂഡും ഏറ്റവും കുറച്ചു കാലമാണെന്നുണ്ടെങ്കിൽ കമൽ നരൈൻ സിംഗും. നമ്മൾ പറഞ്ഞു കൽക്കട്ടയിലാണ് ഫസ്റ്റ് സുപ്രീം കോടതി സ്ഥാപിതമായതെന്ന് 1774. അപ്പൊ കൽക്കട്ടയിൽ ഈ സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതുപോലെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ച ഏക വ്യക്തിയാണ് M ഹിദായത്തുള്ള. അപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇത് ചെയ്തിട്ടുള്ള, ഈ ചുമതല നിർവഹിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് M ഹിദായത്തുള്ള. ലോകത്തില് മറ്റേത് സുപ്രീം കോടതിയെക്കാളും അധികാരമുള്ള സുപ്രീം കോടതിയാണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. എന്താണ്? ലോകത്തിലെ മറ്റേത് സുപ്രീം കോടതിയെക്കാളും അധികാരമുള്ള സുപ്രീം കോടതിയാണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്നത്? ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 പ്രകാരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ഇന്ത്യയില് പൊതു താൽപര്യ ഹർജി അഥവാ PIL എന്ന ആശയം കൊണ്ടുവരാൻ കാരണക്കാരനായ ജസ്റ്റിസ് ആണ് PN ഭഗവതി. അപ്പൊ ഇന്ത്യയില് ഒരു പൊതു താൽപര്യ ഹർജി എന്ന ആശയം കൊണ്ടുവരാൻ കാരണക്കാരനായ ജസ്റ്റിസ് ആണ് PN ഭഗവതി. സുപ്രീം കോടതിയിൽ നേരിട്ട് ജഡ്ജിയായി നിയമിക്കപ്പെട്ട അഭിഭാഷകയാണ് ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതിയിൽ നേരിട്ട് ജഡ്ജിയായി നിയമിക്കപ്പെട്ട അഭിഭാഷകയാണ് ഇന്ദു മൽഹോത്ര. ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ വ്യക്തിയാണ് ജസ്റ്റിസ് P സദാശിവം. അപ്പൊ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണറായ വ്യക്തിയാണ് ജസ്റ്റിസ് P സദാശിവം. കേന്ദ്രവും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കവും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയാണ്. അപ്പോൾ കേന്ദ്രവും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും അത് തമ്മിലുള്ള തർക്കവും അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയാണ്. അപ്പൊ ഈ അധികാരത്തെയാണ് സുപ്രീം കോടതിയുടെ തനതധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് സുപ്രീം കോടതിയുടെ തനതധികാരം? കേന്ദ്രവും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കവും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇതാണ് സുപ്രീം കോടതിയുടെ തനതധികാരം. അപ്പൊ സുപ്രീം കോടതിക്ക് തനതധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 131. ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ
131. ഇനി തനത് അധികാര പരിധിയിൽ വന്ന ആദ്യത്തെ കേസാണ് 1961 സ്റ്റേറ്റ് ഓഫ് ബംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ സുപ്രീം കോടതിയുടെ തനതധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് 131. അപ്പൊ ഈ തനതധികാര പരിധിയിൽ വന്ന ആദ്യ കേസാണ് 1961 സ്റ്റേറ്റ് ഓഫ് ബംഗാൾ വേഴ്സസ് വെസ്റ്റ് ബംഗാൾ, സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഏത് വർഷമാണ് NLSA ആക്ട് രൂപം കൊണ്ടത്? ഏത് വർഷമാണ് NLSA ആക്ട് രൂപം കൊണ്ടത്? ഏത് വർഷമാണ്? 1987. എന്താണ് NLSA? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ NLSA. അപ്പൊ ഇത് 1995 നവംബർ 9 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 കീഴിൽ രൂപീകരിച്ചു. അപ്പൊ എന്താണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 കീഴിൽ 1995 നവംബർ 9 ഈ NLSA രൂപം കൊണ്ടത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ നിയമസേവനം നൽകുക, കേസുകൾ വേഗത്തിൽ തീർപ്പിലാക്കുന്നതിനായി ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയിലെ ഒന്നാമത്തെ ഘടകമാണ് സുപ്രീം കോടതി. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയിലെ ഒന്നാമത്തെ ഘടകമാണ് സുപ്രീം കോടതി. അതിന് താഴെയാണ് ഹൈക്കോടതി, അതിനുശേഷമാണ് ജില്ലാ കോടതിയും അതിനുശേഷം വരുന്ന മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളെല്ലാം. അപ്പം ശ്രേണിയിലെ ഒന്നാമത്തെ ഘടകം ആരാണ്? സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയിലെ അവസാനത്തെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും. മുൻസിഫ് കോടതി സിവിൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നു, മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ ക്രിമിനൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ ഈ മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയുമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയിലെ അവസാനത്തെ ഘടകങ്ങൾ. ഇനി ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കടം കൊണ്ടിട്ടുള്ളത്? ഏത് രാജ്യത്തെയാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കടമെടുത്തിട്ടുള്ളത്. ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം, ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന കടമെടുത്തിരിക്കുന്നത്? അതും അമേരിക്കയിൽ നിന്നാണ്. റിമൂവൽ ഓഫ് ജഡ്ജസ് അതും അമേരിക്കയാണ്. ഇനി ഉപദേശ അധികാരം, അപ്പം സുപ്രീം കോടതിക്കുള്ള മറ്റൊരു തനതധികാരം പോലെ സുപ്രീം കോടതിക്കുള്ള മറ്റൊരു അധികാരമാണ് ഉപദേശ അധികാരം. അത് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ജുഡീഷ്യറി എന്ന ആശയം എവിടുന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. അപ്പൊ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കടമെടുത്തിട്ടുള്ളത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയാണ്. റിമൂവൽ ഓഫ് ജഡ്ജസും അമേരിക്കയാണ്. ഉപദേശ അധികാരം കാനഡ. ജുഡീഷ്യറി എന്ന ആശയമാണെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇനി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആര്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളിയാണ് പി ഗോവിന്ദമേനോൻ. പി ഗോവിന്ദമേനോൻ. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മുസ്ലിം ആരാണ്? M ഹിദായത്തുള്ളയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മുസ്ലിം M ഹിദായത്തുള്ള. സുപ്രീം കോടതി ജഡ്ജി ആയതിനു ശേഷം ലോക്സഭ സ്പീക്കറായ വ്യക്തിയാണ് KS ഹെഡ്ഗെ. സുപ്രീം കോടതി ജഡ്ജി ആയതിനു ശേഷം ലോക്സഭ സ്പീക്കറായ വ്യക്തിയാണ് KS ഹെഡ്ഗെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ അച്ഛനും മകനുമാണ് ഹരിലാൽ ജെ കെനിയയും മധുകർ H കെനിയയും. അപ്പൊ ഹരിലാൽ ജെ കെനിയ, MH കെനിയ, മധുകർ H കെനിയ. അപ്പൊ ഇവരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ അച്ഛനും മകനും. ഇനി റെഫറൻസിൽ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം 5 ആണ്. റെഫറൻസിൽ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം
5 അപ്പോൾ ഇത്രയുമാണ് സുപ്രീം കോടതിയെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. സുപ്രീം കോടതി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശമുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഇത് കേട്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സുപ്രീം കോടതി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് നോട്ട്സ് എഴുതി വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.